420 in the pharmacy. St. Club, men. Get the hell back to your room. Okay. ഞാൻ ഉടനെ പുറപ്പെടാം. Yes, sir. Please come. ശരി. Thank you. റോബിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? എല്ലാ അപകടവും ഇവിടുന്ന് ഫോൺ ചെയ്ത നിമിഷം തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. എന്താണ് ഉണ്ടായത്? ഒന്ന് വേഗം പറയൂ ഡോക്ടർ. എല്ലാം വിശദമായി പറയേണ്ടതുണ്ട്. ആരോ മുൻകൂട്ടി തീരുമാനിച്ചെഴുതിയ ഒരു കഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. We can't do anything. We are helpless. Fred, please explain it. Gentlemen, unfortunately the diagnostic test shows the malignancy is too advanced to respond to either radiological or chemical therapy. And outwardly, the physical symptoms have yet to manifest themselves. But pathology is quite clear on the prognosis. The neutrophil count is extremely high, and we can neither control it nor reverse it. As such, the condition, as far as we can see, is both incurable and fatal. Perhaps immediately fatal. I'm sorry. Are you sure, doctor? റോബിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് തന്നെയാണോ ഇത്? അതെ, ഇതാരും പ്രതീക്ഷിച്ചതല്ല. ഒരു റുട്ടീൻ ബ്ലഡ് ടെസ്റ്റിലാണ് ആദ്യം ഇത് കണ്ടത്. അയാൾ ആഗ്രഹിച്ചത് ദൈവം അയാൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ആഗ്രഹിച്ച് മരണത്തെ അയാൾ ക്ഷണിച്ചു വരുത്തി. ഇത് റോബിക്ക് അറിയാവുന്നത് കൊണ്ടാണോ അയാൾ നിരന്തരം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നും എനിക്ക് സംശയമുണ്ട്. ഇവിടെ എത്തിപ്പെടാനും രോഗം കണ്ടെത്താനും ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. ഇനിയൊന്നേ നമുക്ക് ചെയ്യാനുള്ളൂ. മരണത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അയാൾക്ക് കൊടുക്കുക. Me, Johnny and Robbie. Johnny? Who's Johnny? Friend. He's no more. Is this Johnny's dead? No. Johnny is going to India. So, where is he now? Johnny in India, in Tiruvalla. You said Johnny was going to India. No. Johnny is going to last week. So let me get this straight, Haji. You're really a professor? Yes. PhD, Uttikal. You have a PhD? Yes. Bihar University. Not English. Hindi. हम हिंदी प्रोफेसर. मैं, तुम, क्या? Okay. Look. We're still going to have your papers. 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 Passport, driver's license, etc. Papers. All papers with the father. Your father has your papers? Not my father. Father of all. Father Daniel. Father Church. Name. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കള്ളം പറയുന്നത്, അതും തനിക്ക് വേണ്ടിയിട്ട്. കൊച്ചിലെ കള്ളം പറയാത്തവരാരുണ്ടാച്ച? കർത്താവിന് നിരക്കാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ ആഴ്ച തന്നെ പേപ്പർ ശരിയാക്കിയില്ലെങ്കിലേ അവന്മാർ പിടിച്ച് ജയിലിലിടും.
അതിന് എന്നെ കിട്ടിയില്ലെങ്കിലോ? തന്നെ അല്ലടോ എന്നെ. ആ അപ്പൊ അച്ഛനും പേപ്പർ ഇല്ലേ? പൊന്നിച്ചൻ പോ ഇവിടെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ ഇനി താനായി തന്റെ പാടായി. അങ്ങനെ പറയാതെ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. റോബി ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ പിന്നെ ഒക്കെ അവൻ ശരിയാക്കിക്കോളും. സായിപ്പിനെ പറ്റിക്കേണ്ട എല്ലാ വിവരങ്ങളും അവനറിയാം. റോബി അവൻ വന്നിട്ട് ചെയ്യാൻ നിൽക്കണ്ട. തന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഇവിടെ നിൽക്കണമെങ്കിൽ പേപ്പർ ശരിയാക്കണമെന്ന്. അതിന് പരസ്യത്തിന്റെ മറുപടി വരണ്ടേ? മറുപടിയും കാത്തിരുന്നു ജയിൽ വഴി നാട്ടിൽ പോവാ. എനിക്ക് നാട്ടിലേക്ക് പോണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തനിക്ക് കേട്ടാൻ ഒരു പെങ്കൊച്ചല്ലേ വേണ്ടേ? അതെ. ആ നല്ല അടക്കവും ഒതുക്കവും ദൈവഭയവും ഉള്ള ഒരു കൊച്ചുണ്ട്. ന്യൂയോർക്കിൽ നിന്ന് വന്നതാ. സിറ്റിസണാ. എന്താ ഈ അച്ഛന്റെ ഒരു കാര്യം. ഹായ് ഡോക്ടർ മാഡി. പരീക്ഷയിൽ റാങ്ക് കിട്ടിയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. 50 ലക്ഷത്തിന്റെ ലോട്ടറി അടിച്ചാലും സന്തോഷം അടക്കാനാവില്ല. എന്നാൽ ഒരു ദിവസം റാങ്ക് കിട്ടുകയും അതേ ദിവസം ലോട്ടറി അടിക്കുകയും ചെയ്താലുള്ള അവസ്ഥ ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായില്ല. മനസ്സിലാക്കാനുള്ള വിവരം ഡോക്ടർക്കില്ലെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു. ഡോക്ടർ, ഞാൻ ആഗ്രഹിച്ച മരണം പ്രത്യേകിച്ച് ഒരു ശ്രമവുമില്ലാതെ എനിക്ക് കിട്ടാൻ പോകുന്നു. അതോടൊപ്പം തന്നെ എന്റെ അകത്ത് കയറി നട്ടും ബോൾട്ടും അഴിച്ച് എണ്ണയിടാനുള്ള ഡോക്ടറുടെ ആഗ്രഹവും അവസാനിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ലോട്ടറി, റാങ്ക്, റാങ്ക്, ലോട്ടറി. എനിക്ക് നട്ടും ബോൾട്ടും അഴിച്ചെടുക്കാൻ ഒരുപാട് പേരെ വേറെ കിട്ടിയെന്ന് വരും. പക്ഷെ ഒരു കാര്യത്തിൽ തന്നോട് എനിക്ക് അസൂയുണ്ട്. പടിവാതിൽക്കലെത്തി നിൽക്കുന്ന മരണത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കാനുള്ള ആ മനസാന്നിധ്യം അപാരമാണ്. താങ്ക് യു ഡോക്ടർ. ആറ്റിറ്റ്യൂഡാണ് ഡോക്ടർ പ്രധാനം. എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കുന്നില്ല. അതിഥികളെ ഞാനും പ്രതീക്ഷിക്കുന്നില്ല. കടങ്ങളും കടപ്പാടുകളും ഇല്ലാത്തൊരു ലോകം എത്രയോ കാലമായി ഞാൻ സ്വപ്നം കാണുന്നതാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അല്ലേ? യാ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഡോക്ടറെയും ഈ ആശുപത്രിയെയും എനിക്കൊട്ടും ദഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം. അതിനുള്ള അധികാരം എനിക്കില്ല റോബി. ലുക്ക്, ദാറ്റ്സ് ബുൾഷിറ്റ്, ടോട്ടൽ ക്രാബ്. ഇനി എന്നെ അവിടെ കിടത്തിയിട്ട് ആർക്കെന്ത് പ്രയോജനം? ഇവിടെ മാത്രമേ ശാന്തമായ ഒരു പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. തിമോത്തി പോങ്ങിന്റെ ദിസ് ഈസ് ദ എൻഡ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? മരണവുമായിട്ടുള്ള ഒരു നർമ്മ സല്ലാപമാണിത്. വായിക്കും, നല്ലതാ. താങ്ക് യു ഡോക്ടർ. ഇതുപോലൊരു പുസ്തകം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? ഞാൻ എന്ത് വായിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എന്റെ ഇഷ്ടമാണ്. ദിസ് ഈസ് വെരി ബാഡ് റോബി, വെരി ബാഡ്. കുറച്ച് സമയം മുമ്പ് തൻ്റെ മനസാന്നിധ്യത്തെ ഞാൻ അഭിനന്ദിച്ചതാണ്. ഇത്ര വേഗം താനൊരു സാധാരണ മനുഷ്യനായി മാറിയോ? നല്ല കുട്ടിയായിട്ട് ഇത് വാങ്ങും. കമാ. Mr. Robbie? You are? I'm Radha Devi. മലയാളി കേട്ടോ. ഇവിടെ അഡ്മിനിസ്ട്രേഷനില്ല. ഞാനും മലയാളിയാ. ഒരു കൊലയാളിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മലയാളി. യുനോ യമൻ? യമധർമ്മൻ, പ്ലീസ്. ഏത് നിമിഷത്തിലും അങ്ങേര് വരും. വല്ലതും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ. എനിക്കെല്ലാം അറിയാം. I'm sorry. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. മരണം ഒരു ദുരന്തമാണെന്ന പൊതു തത്വം വെച്ച് എന്നോട് സഹതപിക്കാൻ വരരുത്. I'm sorry, Robbie. പിന്നെ സോറി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ചേട്ടത്തി. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം വികലാംഗരുടെ എണ്ണം 50 കോടിയാ. കൈയും കാലും ഇല്ലാത്തവർ, കണ്ണില്ലാത്തവർ, ഹാർട്ടിന് തകരാറുള്ളവർ, അങ്ങനെ
ചേട്ടത്തി ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് വരികയാണോ? അല്ല, ഞാൻ ഈ ആശുപത്രിയിലെ ഓർഗൻ ഡോണർ കോർഡിനേറ്ററാ. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി റോബിയെ പോലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്റെ ജോലിയാ. ഓ, ദാറ്റ് ഈസ് ഫൈൻ. യു ആർ കം ടു ദ റൈറ്റ് പ്ലേസ്. ആ, പറഞ്ഞോളൂ. ആർക്കൊക്കെ എന്തൊക്കെ വേണം? 70-80 പൾസിലേറ്റ് ഓടുന്ന ബെസ്റ്റ് ഹാർട്ട് ഉണ്ട്. വെള്ളമടി ഇല്ലാത്തോണ്ട് ലിവറും നന്നായിരിക്കും. പിന്നെ കണ്ണ്, മൂക്ക്, ചെവി, ഓൾ ഫസ്റ്റ് ക്ലാസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ എപ്പോ തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാഡി എന്ന് പേരുള്ള ഒരു വട്ടൻ ഡോക്ടറുണ്ട് ഇവിടെ. അയാളോട് ചെന്ന് ചോദിക്കൂ എന്റെ ഡേറ്റ് എപ്പോഴാന്ന്. അതറിഞ്ഞ കറക്റ്റ് സമയത്ത് ഞാൻ ചേട്ടത്തെ വിളിക്കാം. റോബി, ഞാൻ തമാശ പറഞ്ഞല്ല. എന്ന് ഞാൻ പറഞ്ഞോ? ഒരു കാര്യം ഒരു തവണ പറഞ്ഞ മനസ്സിലാക്കുന്നവരെയായി എനിക്കിഷ്ടം. ആദ്യം ഡോക്ടറോട് ഞാൻ ചോദിക്കാം. Okay, Robbie. I'll come later. No, don't come back. Find out from Dr. Maddie, okay? Okay. Let me know.